യു ഇഡിയറ്റ്! ഇയാളല്ല ആ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ രക്ഷിക്കാൻ താൻ അവന്റെ ഡ്രോയർ ബോധപൂർവം മാറ്റിവെച്ചാണെന്ന് ഞാൻ പറയും. സാർ കാര്യം അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. അറിയാമോ, തന്നെയൊന്നും പോലീസ് ഉദ്യോഗത്തിന് കൊള്ളില്ല, കണ്ട പെമ്പിള്ളേരുടെ വായിൽ നോക്കാനല്ലാതെ. സാർ, ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെതിരെയുള്ള കേസിന്റെ തെളിവുകൾ നശിപ്പിച്ചതിന് ഇയാൾക്ക് ശിക്ഷ ഏൽക്കേണ്ടി വരും. എന്തിനാണ് സാർ തെളിവ് നശിപ്പിച്ചതിന് കോടതിയിൽ അത് സൂക്ഷിച്ചവരാണ് വിളിച്ച് ചോദ്യം ചെയ്യാൻ? പോലീസിനെയും ജുഡീഷ്യറിയെയും ഒരുപോലെ വിഡ്ഢികളാക്കിയവരാരെന്ന് കണ്ടെത്തി വേണം ശിക്ഷിക്കാൻ. Stop it! You are responsible for this. I am going to take severe action against you. I know why you are doing all this to me. Sir. ജെയിംസ് സർ, അവനെ സൂക്ഷിക്കണം. ആ കളറാസിനെതിരെ സർ, നന്ദുവിനെതിരായിട്ട് ഞാൻ ഇല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് താനാവും പ്രതി. പിറകെ തൂങ്ങേണ്ടി വരും. സർ, എടോ, താൻ എത്ര സാഹസപ്പെട്ടെന്ന് ആൽബർട്ടോനെ പിടിച്ചത്? എന്നിട്ട് എന്തുണ്ടായി? അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവൻ കാരണം നഷ്ടപ്പെട്ടില്ലേ? ഇല്ല സർ, എന്റെ ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. നോൺസെൻസ്. തന്നെ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ അവൻ വഞ്ചിച്ചിരിക്കുകയാണ്. ഓഹോ, ആ റാക്കറ്റ്സുമായി അവന് ബന്ധമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് അന്വേഷിക്കണ്ടേ? തെളിവുണ്ടെങ്കിൽ അവനെതിരെ നടപടിയെടുക്കണ്ടേ? വേണ്ടടോ? വേണം സർ. എങ്കിൽ താൻ അവനെ പിന്തുടരണം. അവൻ എവിടെ പോകുന്നു, ആരെല്ലാം കാണുന്നു, കംപ്ലീറ്റ് വെയർ അബൌട്ട്സ് അപ്പോൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. നാളെ മുതൽ അത് മാത്രമായിരിക്കും തന്റെ ഡ്യൂട്ടി. ഓക്കെ? ഓക്കെ സർ. ബി പി നോർമൽ ആണല്ലോ. കണ്ടിന്യൂ ദാറ്റ് സെയിം ടാബ്ലറ്റ്. ഡോക്ടർ, ഒരു ഫോണുണ്ട്. ആശ, ഒന്ന് പിടിക്കൂ, ഇപ്പൊ വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. യെസ്. അയ്യോ, ഇപ്പോഴോ? ഞാൻ ഡ്യൂട്ടിയിലാണ്. ശരി. ക്രീം കളർ പാൻസും ഒരു പച്ച ഷർട്ടും ധരിച്ച് ഒരു സിമന്റ് ബെഞ്ചിലിരിക്കുകയാണ് ശ്രീ നന്ദകുമാർ. അതാ 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 മൈതാനത്തിന് തെക്ക് ഭാഗത്തു നിന്നും ഒരു പച്ച ബോർഡറുള്ള സാരിയും ഓറഞ്ച് കളർ ബ്ലൗസും ധരിച്ച് പതുക്കെ പതുക്കെ ചുവടുകൾ വെച്ച് ശ്രുതി നടന്നു വരികയാണ്. ഏതാനും നാലാകലം മാത്രം. ഒന്നും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. ഇല്ല ഇല്ല, ഒന്നും സംഭവിച്ചില്ല. ഇരുവരും പെട്ടെന്ന് നിന്നു പരസ്പരം നോക്കി. എന്നിട്ട് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് സാർ. അവരെന്താണ് സംസാരിക്കുന്നത്? കേൾക്കാൻ വയ്യ സാർ. വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. താൻ അടുത്ത് നിന്ന് അവിടെ സംസാരം ശ്രദ്ധിക്കണോ? ആർത്തിരമ്പുന്ന തിരമാലകളാൽ അലങ്കൃതമായ സാഗര തീരത്തിന്റെ അനന്ത വിശാലതയിലൂടെ അവരുടെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് സാർ. നിർത്തടോ, തന്റെ ഒരു പുളിച്ച പ്രകൃതി വർണ്ണന നിർത്തിയിട്ട് കാര്യം പറയടോ. എന്ത് കാര്യമാണ് സാർ? അവരെന്ത് ചെയ്യുന്നു? ഹലോ ഹലോ മിസ്റ്റർ ജെയിംസ്, അവരെ ഇപ്പൊ കാണുന്നില്ല സാർ. പോയി നോക്കണോ സാർ? സാർ, ഇപ്പോൾ അവർ ഒരു കുളത്തിന്റെ കൽപ്പടവുകളിലൂടെ നടന്നിറങ്ങുകയാണ് സാർ. അവർ വസ്ത്രമഴിച്ചു വെച്ച് കുളിക്കുകയാണെങ്കിൽ അതും നോക്കിയൊന്ന് ഞാൻ അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം സാർ. ഓക്കെ സാർ. അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പോയി ഇപ്പൊ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്യാല്ലേ? രജിസ്ട്രാറെ എനിക്ക് നല്ല പരിചയമുണ്ട്. ശ്രുതി സാധാരണ കോളേജിൽ പോകുന്ന പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. നാളെ കാലത്ത് കൃത്യം 10 മണി. ഓക്കെ? എന്താ താൻ ഇന്നലെ മിനിയാന്നൊക്കെ എവിടെ ആയിരുന്നു? മറ്റന്നാമത് രജിസ്റ്റർ ഓഫീസിലെ ക്ലാസ് ബോർഡ് ജീവനക്കാരുടെ പണി മുടക്കാം. അതുകൊണ്ട് നാളെ നിന്ന് തിരിയാൻ പറ്റാത്തത്ര പണിയുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തെ ജോലിയല്ലേ ഉള്ളൂ. തനിക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? കോർപ്പറേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കാരുടെ ഹൗസിംഗ് കോംപ്ലക്സ് പണിയുള്ള സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ മാറ്റി വെച്ചിട്ട് എനിക്ക് ചെയ്യാനൊക്കോ? മേയറും ചിലപ്പോൾ വന്നിരിക്കും. മാറ്റി വെക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. മറ്റന്നാൾ മുതൽ സ്ട്രൈക്ക് ആണെങ്കിൽ അടുത്ത കാലത്തൊന്നും നടന്നു വരില്ല. തന്നെയൊക്കെ പോലീസിലെടുത്തവരോ വേണമെന്നല്ല, നീതിന്യായത്തിന്റെ കാവൽപ്പടം പെമ്പിള്ളേരെ വേലി ചാടിച്ച് രജിസ്റ്റർ ചെയ്യുന്നു. ചാടിക്കുന്നതല്ല, ചാടുന്നതാ. ആരാണ് കഥാപാത്രം? ഗുരുതരാവസ്ഥയിലുള്ളൊരു കഥാപാത്രം ആയതുകൊണ്ടാണല്ലോ ഈ നേരം വരെ താങ്കളെയും കാത്ത് ഞാനിവിടെ നിന്നത്. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ പെണ്ണിനെയും കൂട്ടി താൻ ഇവിടെ വാ. ഇവിടെ വെച്ച് നടത്താം. ഫയലുകളൊക്കെ എങ്ങനെയെങ്കിലും എടുപ്പിക്കാം. പോലീസുകാരെ പിണക്കുന്നത് ശരിയല്ലല്ലോ. വല്ല കള്ളക്കേസും ഉണ്ടാക്കി 2 ഇടി തന്നാൽ കൊള്ളേണ്ടി വരില്ലേ?
അല്ല, രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 8 മണിക്ക്. അയ്യോ 10 മണിന്ന് അവളോട് പറഞ്ഞിരിക്കുന്നത്. എടോ അത് മാറ്റി 8 മണിയാക്കിയെന്ന് വേറെ അറിയിക്കേ. അത് ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. ഹലോ ഹലോ ഹലോ, ശ്രുതിയുണ്ടോ? ശ്രുതി ഉറങ്ങിയല്ലോ, കാലത്തെ വിളിക്കൂ. ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു, ഒന്ന് വിളിക്കോ? ആരാ സംസാരിക്കുന്നത്? ഇത് ശ്രുതിയുടെ ഒരു കൂട്ടുകാരിയാണ്. കൂട്ടുകാരിയോ? അതെ അങ്കിൾ, കൂട്ടുകാരി. എന്താ കുട്ടിയുടെ പേര്? പേര് ഹലോ പേര് ഹലോ ഹലോ ചെല്ലപ്പൻ സാറ് വരുന്നുണ്ട്. ആര്? ബാർബറി അല്ലപ്പന? ചാക്കോ ചുമലാളി കൂടെയുണ്ട്. ഒരു മന്ത്രിയെ കാണാൻ വരാ ഇവനൊക്കെ നേരവും കാലവും ഒന്നുമില്ലല്ലോ. ഞാൻ തന്നെയാണ് അങ്കിൾ, ശ്രുതിയുടെ കൂട്ടുകാരി. എന്റെ പേര് സുമതി എന്നാ. നേരത്തെ പേര് ചോദിച്ചപ്പോ കുട്ടി എന്താ കട്ട് ചെയ്ത് കളഞ്ഞേ? കട്ട് ചെയ്തതല്ല സാർ, കട്ടായി പോയതാ. ആ, ഏതായാലും ഇപ്പൊ ശ്രുതിയെ വിളിക്കാൻ പറ്റില്ല. എന്നോട് പറയാവുന്ന കാര്യങ്ങൾ മാത്രം അവളോടും പറഞ്ഞാ മതി. അങ്ങനെ പറയരുത് സാർ, പെൺകുട്ടികളും തമ്മിൽ മാത്രം പറയാവുന്ന ഒരു കാര്യമാണ്. അതെന്ത് കാര്യമാണ്? സാറിന്റെ ടെൻഷൻ മനസ്സിലാക്കൂ, ഒന്ന് ശ്രുതിയെ വിളിക്കൂ. ഹ, കുട്ടി കാര്യം പറയൂ. ഒരു അത്യാവശ്യ കാര്യമാണ് അതെന്താണെന്ന് പറയാനല്ലേ പറഞ്ഞത്? സർ, ഒരേ ഒരു പ്രാവശ്യം പ്ലീസ്. ആരാണോ താൻ? ആരാണോ ചോദിച്ചത്? ഹോം മിനിസ്റ്ററോടും കളിക്കാൻ തുടങ്ങിയോ? സാർ, സാറിന് 2 ടൈപ്പ് ശബ്ദമുണ്ട്. എനിക്ക് 7 ടൈപ്പ് ശബ്ദമുണ്ട്. സപ്തസ്വരം. താൻ തന്നെ പണി നോക്കണോ? എത്ര ആശായി? 5 രൂപ. ഞാനൊരു പശുവിനെ വാങ്ങിക്കാൻ വന്ന ഇവിടെ. അമ്മ എന്നോട് പൊറുക്കണം. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്നറിയാം. എന്റെ വിവാഹം ഈ വിധത്തിൽ നടത്താനേ തൽക്കാലം നിവൃത്തിയുള്ളൂ. ഇല്ല, ഇത് ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അവന്മാരെ CM തന്നെ അയച്ചതാണെന്നുള്ളത് എനിക്ക് ഉറപ്പാ. ഇതാ സമ്മതിക്കുന്നില്ലെന്നോ? എങ്ങനെ സമ്മതിക്കാൻ? പോലീസുകാരല്ലേ? എടോ, അതിന് വഴിയുണ്ട്. ഇടിക്കണം, മനസ്സിലായോ? ഇടിച്ച് ചമ്മന്തിയാക്കണം. എന്താ സത്യമോ? സത്യമൊന്നും എനിക്ക് കേൾക്കണ്ട. നല്ലോണം ഇടിക്കുക. എന്നിട്ട് ഇവിടെ പാളി നോക്കാൻ വേണ്ടി CM തന്നെ അവരെ അയച്ചതാണെന്ന് അവന്മാരെ കൊണ്ട് തന്നെ പറയിക്കണം. എന്താ, മനസ്സിലായോ? ആ, ദാറ്റ്സ് ഓൾ. ആ, ആരെ അച്ഛാ ഇടിക്കാൻ ഓർഡർ ഇടുന്നത്? എല്ലാത്തിനും ഞാൻ ഇടിപ്പിക്കും. ഓഹോ, അപ്പൊ ആളുകളെ ഇടിപ്പിക്കുന്നതാണോ ഈ ഭരണം എന്ന് പറയുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടത്?
ഇതെന്താ ഒരു പുതിയ ഏർപ്പാട്? അച്ഛന്റെ അനുഗ്രഹം വേണം. ഏ? ഇന്നൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്ന ദിവസാ. പരീക്ഷയാണോ? അതെ, പ്രധാന പരീക്ഷ. പരീക്ഷയ്ക്ക് മാത്രമല്ല, എന്നും അച്ഛന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നതും അച്ഛനെ അനുസരിക്കുന്നതും മോക്ക് ഗുണമേ ചെയ്യൂ. എന്റെ കസേര തെറിക്കുന്നതിന് മുമ്പ്. കല്യാണക്കാരിയല്ലേ, അത് കസേര തെറിക്കുന്നതിന് മുമ്പ് തീർച്ചയായും നടക്കുവച്ചാ. വെരി ഗുഡ്. എന്നാ മോള് പോ, അച്ഛൻ അല്പ തിരക്കില്ല. ഹലോ, മുഖ്യമന്ത്രി അയച്ച ചാരന്മാരാ. ഓഹോ, ആരയച്ചതാണെങ്കിലും ആ പാവങ്ങളെ പോലീസ് ഇപ്പൊ ഒരു പരുവാക്കിയിട്ടുണ്ട്. ഓ, പോലീസുകാർ തന്നെ പോലീസുകാരെ തല്ലേണ്ടി വരുന്നത്. പോലീസുകാരാണോ കോമ്പൗണ്ടിൽ കയറിയത്? ആ സർക്കിൾ ഇൻസ്പെക്ടർ ജെയിംസും എസ് ഐ നന്ദകുമാറും. ആര്? ജെയിംസും നന്ദകുമാറും. ഐ എം അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ. നിങ്ങളുടെ ബെയിലിന്റെ കാര്യം ഇൻസ്പെക്ടറോട് സംസാരിച്ചു. മിസ്റ്റർ നന്ദകുമാറിന്റെ ഒരു സുഹൃത്ത് അയച്ചാണ് എന്നെ. ഏത് സുഹൃത്ത്? പറയാം, ആ പേപ്പർ സെൻഡ് ചെയ്തുള്ളൂ. താങ്ക് യു ഇൻസ്പെക്ടർ. സാറ് ക്ഷമിക്കണം. മേലേന്ന് പറഞ്ഞാൽ സാറിനറിയാലോ. ഒരു പോലീസുകാരൻ വേറൊരു പോലീസുകാരനെ അല്പം കൂടി മയത്തിൽ വേണം ഇടിക്കാൻ. തീരെ കണ്ണു ചോരയില്ലാതെയാണ് താൻ ഞങ്ങളായിട്ട് പെരുമാറിയത്. സോറി സാർ. ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് തന്നെയും എന്റെ സ്റ്റേഷൻ നിർത്തി കിട്ടോടോ.